ഹലോ, എൻ്റെ പേര് ശരവണൻ. നമ്മളിന്നിവിടെ നിൽക്കുന്നത് ലുലു മാളിനടുത്തുള്ള ട്രിവാൻഡ്രം ലുലു മാളിനടുത്തുള്ള NBT ഹ്യുണ്ടായിലാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹ്യുണ്ടായുടെ വെന്യൂ N-Line എന്ന മോഡലിനെ പറ്റിയാണ്. നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഹ്യുണ്ടായുടെ വെന്യൂ N-Line എന്ന മോഡലിനെ പറ്റിയാണ്. വെന്യൂ N-Line എന്ന മോഡലിനെ പറ്റി പറയുമ്പോൾ വെന്യൂ എന്ന് പറയുന്ന മോഡലിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം അത് നോർമൽ ഒരു കോമ്പാക്റ്റ് SUV കാറ്റഗറിയിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. N-Line എന്ന് പറഞ്ഞ മോഡൽ ഇപ്പം എല്ലാ ബ്രാൻഡ്സിലും ഒരു സ്പെഷ്യൽ എഡിഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ മലയാളികൾ നോക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു വാഹനമാണ് ഈ വെന്യൂ N-Line എന്ന് പറയുന്ന മോഡൽ. ഈ N-Line നമുക്ക് വെന്യൂ N-Lineലും വരുന്നുണ്ട്. ആ മോഡലാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വെന്യൂ N-Line എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ എഡിഷനിൽ രണ്ട് വേരിയൻസ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് N6ഉം ഒന്ന് N8ഉം. അപ്പം N6 എന്ന് പറഞ്ഞ മോഡൽ, അപ്പം അത് സ്റ്റാർട്ടിങ് മോഡലാണെങ്കിൽ പോലും അതിൽ എല്ലാ ഫീച്ചേഴ്സും, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്കതിൽ ആഡായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് എടുത്തു പറയാനെന്ന് പറയുമ്പോൾ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ്, അതിൽ N-ന്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ LED ഹെഡ് ലാമ്പ് വിത്ത് LED DRL. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ നമുക്ക് നോക്കുമ്പോൾ ലെതറാണ് വരുന്നത്. ഫുൾ ലെതറൈസ്ഡ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, വയർലെസ് ഫോൺ ചാർജിങ്, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ്. പിന്നെ ബാക്കിൽ വരുമ്പം റിയർ വൈപ്പർ, റിയർ ഡിഫോഗർ, കണക്റ്റഡ് LED ടൈൽ ലാമ്പ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം അതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വരുമ്പോൾ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. എക്കണോമിക്, സ്പോർട്സ്, അങ്ങനത്തെ നോർമൽ ഡ്രൈവ് മോഡ്സ്, അങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് അതിൽ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വരുമ്പോൾ പാഡിൽ ഷിഫ്റ്റ്, നമുക്ക് സ്പോർട്സ് കാറിൽ മാത്രം വരുന്ന പാഡിൽ ഷിഫ്റ്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, കൂൾഡ് ഗ്ലോ ബോക്സ്, റിയർ AC വെൻറ്റ്, അങ്ങനെ നമുക്ക് ആവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും, ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ഫീച്ചേഴ്സും N6 എന്ന് പറഞ്ഞ മോഡലിൽ തന്നെ വരുന്നുണ്ട്. N8 എന്ന് പറഞ്ഞ മോഡൽ, N8 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി വരുന്നുണ്ട്. ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കതിൽ അറിയാൻ പറ്റും. വെഹിക്കിളിൻ്റെ ഫ്യൂവൽ അറിയാൻ പറ്റും, ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നമുക്ക് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും നമുക്ക് N8 എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ വെന്യൂ N-Lineൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12,07,000 രൂപ തൊട്ട് 13,89,900 രൂപ വരെയാണ്. മൈലേജ് എന്ന് പറയുമ്പോൾ 20.6 ആണ് ARI സർട്ടിഫൈഡ് മൈലേജ്. എല്ലാ വെഹിക്കിൾസിലും സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ് സേഫ്റ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഹിൽ അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോള്, അത് ഹ്യുണ്ടായുടെ എല്ലാ വെഹിക്കിൾസിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെന്യൂ N-Lineനും അവൈലബിൾ ആണ്. വെന്യൂ N-Lineൻ്റെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് പ്രത്യേകതകളിൽ കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ ഡ്യുവൽ സൈലൻസർ, അതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട്, അതുപോലെ തന്നെ N-Line ബാഡ്ജിങ്, അതിൻ്റെ അലോയുടെ നടുക്ക് വരുന്ന N-Line ബാഡ്ജിങ്, ഗിയറിൽ വരുന്ന N-Line ബാഡ്ജിങ്, അതുപോലെ തന്നെ അതിൻ്റെ റെഡ് ലൈനിങ്സ്, ഇതെല്ലാം നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ബാക്കിയുള്ള വെഹിക്കിളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാക്കുന്ന, N-Line കുറച്ച് വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്.
വെന്യൂ എൻലൈന് പ്രധാനപ്പെട്ട 3 കളേഴ്സാണ് വരുന്നത്. ഒന്ന് അറ്റ്ലസ് വൈറ്റ്, പിന്നെ ഷാഡോ ഗ്രേ, പിന്നെ ടെൻഡർ ബ്ലൂ. ഇങ്ങനെ 3 കളേഴ്സിലാണ് വെന്യൂ എൻലൈൻ വരുന്നത്. അതിൽ നമുക്ക് ഡുവൽ ടോണിൽ നമുക്ക് വരുന്നത് ടെൻഡർ ബ്ലൂ ഡുവൽ ടോൺ വരുന്നുണ്ട്, ഷാഡോ ഗ്രേ വരുന്നുണ്ട്, അറ്റ്ലസ് വൈറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ 3 ഡുവൽ ടോണും നമുക്കതിൽ വരുന്നുണ്ട്. വെന്യൂ എൻലൈൻ്റെ ഡയമെൻഷനെ പറ്റി പറയുമ്പോൾ 3995 mm ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ 1770 mm അതിൻ്റെ വിഡ്ത്തും, ഹൈറ്റ് വരുമ്പോൾ 1616 mm ഹൈറ്റും, 2500 mm ആണ് അതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ 350 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 45 ലിറ്ററാണ്. ട്രിവാൻഡ്രത്തെ ഒരേ ഒരു സിഗ്നേച്ചർ ഡീലർഷിപ്പായ NBT ഹുണ്ടായിൽ നിന്നും കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ആകർഷകമായ ഓഫേഴ്സ്.